ഹേ ഗൈസ്, നമ്മുടെ തായ്ലാൻഡ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ പട്ടായിയിലെ രണ്ടാമത്തെ, അതായത് ഇന്നലെ ഒരു ഉച്ചയാകുന്ന സമയത്ത് നമ്മൾ പട്ടായിയിലെത്തി. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മളെന്താ പ്ലാൻ എന്ന് വെച്ചാൽ, ഇവിടെ പട്ടായിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഒരു വുഡൻ ടെമ്പിൾ പോലത്തെ ഒരു സംഭവമാണ്. ഇവിടുത്തെ ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ബൈക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് അതിൻ്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. സോ വീഡിയോ ഫുള്ള് കാണുക, അത് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാം. ഇതിൻ്റെ അകത്ത് എൻ്റെ ഗോപ്രോയുടെ മൈക്രോഫോണൊക്കെ അഴിച്ചു വെപ്പിച്ച് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞിട്ട് മൈക്രോഫോൺ മാത്രം അഴിച്ചു വെച്ചിട്ട് ക്യാമറ ഗോപ്രോ മാത്രം കൊണ്ടുപോയിക്കുമെന്ന് വേണ്ടി പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. Right here, it's away for 5 minutes. Okay, once again everyone, inside the building, wooden dogs patiently. Each artwork here, they carved it patiently using different chisel and hammer. Each wooden pieces, this is take time to finish for about 1 month. So it depends on the size and the measure of the wood. And after that everyone, each artwork, this set up in the building to connect this one together, which take another 2 to 3 weeks. Show you is this one here. So we call that butterfly joint. This is the technique of how we lock the wall. But this one here is for 1 piece of wall only. Now at the back you can see it has a carving decoration. If they want to add more, they will use the next one here. So this one we call that long dovetail. Just simply keep add more and more. And here it has a carving decoration. So for our windows, column and balcony, this is the technique of how you lock this one together. Only 2 pieces of wood. This one you can see the gap in the center. Well, this one here everyone, this is an overlap. We simply slide this one together to make 1 piece. So this technique is similar with Lego. Okay, so when I see ഗൈസ്, ഒരു സംഭവമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ കോൺക്രീറ്റോ ആണിയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ജസ്റ്റ് ആ വുഡിൻ്റെ ആ ഒരു ക്ലിപ്പിംഗ് പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഈ വലിയ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ പുറകെ കാണുന്ന ഈ സംഭവം. ഇതിപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ചത്, ഇതിന് മുമ്പ് കാണിച്ചില്ല കുറച്ച് ഫൂട്ടേജസ്. അത് അവർ ഇതിൻ്റെ സാധനങ്ങൾ പണിതുകൊണ്ടിരിക്കുക. ഇതിനും പണി കഴിഞ്ഞിട്ടേ ഇല്ല, ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ യാതൊരു കോൺക്രീറ്റോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം മരത്തിന് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ടെക്നിക്കാണ് തൊട്ട് മുമ്പ് നമ്മളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് മരത്തിൽ ഇങ്ങനെ ഒരു അച്ച് പോലെ ഉണ്ടാക്കിയിട്ട് ആ അച്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ആക്കുവാണ്. or 4 holes are built in 4 direction. This is inspired by the ancient royal palace called Trati Nang Sangpet Prasad. The artwork here inspired by many traditional style. Like for example, it came from India, Thai, Chinese, Cambodia, and so on. We can see the building, it has a different color, which is most of it the light brown. This is our newest artwork. The green one on the center, this is the effect of the chemical we applied on the wood to control the termites and insect. On that side there, the gray one in this corner, this is our old artwork. So basically this is 44 years old. Since the building was built 1981. And by the way, I would like to inform you, this is only a museum of wood carving design. You can use both sides of the stairway, same direction inside.
ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ അങ്ങനെ അതെല്ലാം ബേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 1981 തൊട്ട് പണി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോഴും ഇതിൽ പണി നടന്നുകൊണ്ടിരിക്കേണ്ട അകത്ത്. പക്ഷേ യാതൊരു സിമെൻറ്റോ ആണി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്താണ് പണിയിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ കുറേ ദൈവങ്ങളുടെ കാര്യം, പക്ഷേ ഇതൊരു ടെമ്പിൾ അല്ല, ഇതൊരു മ്യൂസിയമാണ്. അപ്പോൾ കുറേ ദൈവങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഹാപ്പിനെസ്, സാഡ്, അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണത്. കുറേ പറയുകയാണെങ്കിൽ കുറേ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ തൊട്ടടുത്തനായിട്ട് കടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 1981 തൊട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പഴയ ഫസ്റ്റ് കെട്ടിയതിനൊക്കെ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ചെതല് കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തോ ഒരു തടിച്ചിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴയ മരങ്ങൾക്കൊക്കെ ഒരുമാതിരി പച്ച കളറുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ചെയ്ത മരങ്ങൾക്കൊക്കെ നല്ല നമ്മൾ നോർമൽ മരങ്ങളുടെ കളറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ഗൈസ്. അടിപൊളിയാണ്. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, ആ ഒരു വൈബൊക്കെ സൂപ്പറാണ്. ഇതിൽ യാതൊരു പുതിയ മോഡേൺ ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഐ മീൻ ഈ ബിൽഡിങ്ങിൽ കേട്ടോ. ഓക്കെ, എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ് ഇത്. लंबा आदमी होता है ना, उसको ऐसे लेना पड़ता है नीचे से. छोटे आदमी के लिए होता है. छोटे लंबे को छोटा लिया है. But you can change yourself.